അങ്ങനെ സ്കൂളും തുറന്നു, മഴയും തുടങ്ങി. എൻ്റെ കുഞ്ഞിക്കാലം, അതായത് എൻ്റെ സ്കൂൾ കാലമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് ഓർമ്മ വരുന്നൊരു കാര്യം കേട്ടോ. അലക്കാനുള്ള തുണികളൊക്കെ ഞാൻ വെള്ളം മുക്കി വെച്ചിട്ടുണ്ട്, സോപ്പ് പൊടി ഇട്ടിട്ട്. പിന്നെ വീട്ടിൽ മണി പ്ലാന്റ്സ്, പോത്തോസ്, അങ്ങനെയുള്ള കുറേ ഫിലോഡോൺഡ്രൻസ് അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ മഴ പെയ്തതോടുകൂടി കിണറ്റിൽ സൂപ്പറായി. പിന്നെ ഈ പ്രാവശ്യം മഴ നേരത്തെ ആയതുകൊണ്ട് കിണർ വൃത്തിയാക്കാനായിട്ടുള്ള ചേട്ടനെ വരുത്തിക്കാൻ പറ്റിയില്ല. നമ്മൾ പണി 8 മേടിക്കേണ്ടി വരുമേ. പിന്നെ സാധാരണ ഈ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ എല്ലാവരുടെ വീട്ടിലും അറിയാമല്ലോ, തുണി ഉണങ്ങാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ അഴക്കങ്ങോട്ട് കെട്ടും, തുണി അങ്ങോട്ട് വിരിക്കും. അപ്പോൾ ഞാൻ പിള്ളേരുടെ തുണിയാണ് കൂടുതൽ ഇടുക. അത് പുറത്തിട്ടൊന്ന് വെള്ളം വറ്റിയതിന് ശേഷം അകത്തേക്ക് എടുത്തിടും. പിന്നെ എൻ്റെ കുറേ മറ്റേ ആപ്പൂപ്പ ചിത്രപ്പണികളൊക്കെ സെറ്റാക്കുക. ഈ സാധനമല്ലേ, ഈ ആ ഒരു ഷോക്കേഴ്സ് എന്നല്ല, ഒരു മറ്റേ ഐറ്റംസൊക്കെ വെക്കാൻ പറ്റണത്, അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താണ് കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹെഡാണ്. എൻ്റെ എഴുത്തും എൻ്റെ കുത്തുവരയും എൻ്റെ എല്ലാം അതിലാണ്. ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ബുക്ക് കേട്ടോ. അങ്ങനെ വൈകുന്നേരമായ സമയത്ത് എൻ്റെ തൊട്ടടുത്ത് എന്നെപ്പറ്റി നമ്മുടെ നാട്ടുകാർക്ക് നല്ല അഭിപ്രായമുള്ളത് കൊണ്ടും എൻ്റെ ഭയങ്കര അഹങ്കാരിയാണെന്ന് പറയുന്നത് കൊണ്ടും എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും കൂട്ടില്ല ഇവിടെ. അപ്പോൾ പുതിയതായിട്ട് കിട്ടിയ കൂട്ടാണ് ഇവള് കേട്ടോ, ആൻസി. അവൾ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ കുറേ സ്വീറ്റ്സും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഫ്രണ്ട്സിന് മേടിച്ചു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൾക്കൊരു മോനാണ് കെവിൻ. ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ പീഡിപ്പിച്ചിട്ടാണ് അവളെ ഞാൻ ക്യാമറയുടെ മുമ്പിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇവനാണ് ചുന്ദര കുട്ടപ്പൻ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കൽ ഞങ്ങൾ മന്തി കഴിച്ചു. അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നല്ല വൈബ് അടിച്ചിട്ടൊക്കെ ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ച് സെറ്റാക്കിയടാ. പിന്നെ അവരൊക്കെ പോയി സെറ്റായി, ഞാൻ കുളിച്ച് യാത്രയായി. രാത്രിത്തെ മറ്റേ നിശാഗന്ധി ഭൂത്ത് ഉറങ്ങാനായിട്ട് തയ്യാറായി. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ് കേട്ടാ.